ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൺഡേ വ്ളോഗുമായിട്ടാണ്. സൺഡേ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണി കഴുകാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തുണി കഴുകാനായിട്ടൊക്കെ വെളിയിൽ പോയി തുണിയൊക്കെ കഴുകിയിട്ട് മോനെയും കുളിപ്പിച്ച് വന്നതിന് ശേഷം അവന് പാലെടുക്കാനായിട്ട് പാലൊക്കെ കാച്ചാൻ വെച്ചേക്കുവാണേ. മോനെ കുളിപ്പിച്ച് വന്നിട്ട് പാല് കൊടുക്കും ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന്. അപ്പോൾ മോന് പാല് കൊടുക്കാനായിട്ട് ഹോർലിക്സൊക്കെ ഇട്ടിട്ട് ഞാൻ പാല് കൊടുക്കുക. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ചീനിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീനിയൊക്കെ വൃത്തിയാക്കാനായിട്ട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് മോന് പാല് കൊണ്ട് കൊടുക്കുന്നത്. പാല് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് TV ഇട്ട് കൊടുത്ത് മോൻ അവിടെ ഇരുന്ന് പാല് കുടിച്ചോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയി ചീനിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കുക. അതിനുശേഷം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ലിവർ ഉണ്ടായിരുന്നു. അപ്പം ലിവർ ഫ്രൈ ചെയ്യാമെന്ന് കരുതി ലിവറിൽ മസാലയൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കാൻ വെച്ച് ചിക്കനൊക്കെ അവിടെ മസാല ഇട്ട് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം മോന് അവിടെ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കുന്നുണ്ട് ഇവ ഇവിടെ ഉണ്ടോ, അതെവിടെ ഇങ്ങോട്ടെങ്കിലും കതക് തുറന്ന് പുറത്തിറങ്ങി പൊക്കളയും. നമ്മൾ കുറ്റിയിട്ടിട്ടില്ലെങ്കിൽ കതക് തുറന്ന് വെളിയിൽ ഓടും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഉണ്ടോ എന്താണെന്ന്. ഞാൻ അടുക്കളയിലല്ലേ ആ സമയത്ത്. അപ്പം ചെന്നപ്പോഴത്തേനും എന്നെ തോക്കം വെച്ച് വിരട്ടി വിട്ട്. അപ്പം ഞാൻ തിരിച്ചിഞ്ഞ് പോന്നിട്ട് ഞാൻ വന്ന് ലിവറിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇവർ ആ സമയത്തിന് രണ്ടുപേരും കൂടെ മുറ്റത്ത് പോയി കളിക്കുമായിരുന്നു. മുറ്റത്ത് പോയി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ എന്തിനോ വിളിച്ചുകൊണ്ട് പോവുക. ഞാൻ ചോദിക്കുന്നുണ്ട് അവിടെ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന്. എന്നെ കൊണ്ടുപോവുക. അവിടെ ഒരു അട്ട ഇരിപ്പുണ്ട്. ആ അട്ടേനെ കാണിക്കാനാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ദേ ഇരിക്കുന്ന അട്ട. പിന്നീട് ഞാൻ ആ അട്ടേനൊക്കെ എടുത്ത് കളഞ്ഞ് അത് കളയുന്നവരെ അവന് സമാധാനം കിട്ടത്തില്ല. അട്ടേനൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അകത്ത് കയറി വന്ന് ബാക്കി ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം ബുക്കൊക്കെ എടുത്തോണ്ട് എന്തോ പഠിക്കുന്ന കാര്യം വലിയ കാര്യമായിട്ട് പറയുക. അപ്പൂപ്പ മേടിച്ച് കൊടുത്തതാണ് കളർ ബുക്കും പഠിക്കുന്ന ബുക്കൊക്കെ. അതൊക്കെ നോക്കി അവിടെ ചിരിച്ചും കളിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുക. അപ്പോൾ മൂത്ത ആൾക്ക് സമൂസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ പിന്നെ ഇപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ സമൂസ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാനവിടെ സമൂസ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇളയാൾ സമ്മതിക്കത്തില്ല. പിന്നെ അവന് നിർബന്ധവും വാശിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമൂസ ഷീറ്റൊക്കെ എടുത്ത് ഇത് എങ്ങനെയാണ് മടക്കുന്നതെന്നൊക്കെ വലിയൊരു ഗവേഷണം തന്നെ നടത്തിയതിന് ശേഷമാണ് ഞാനിവിടെ സമൂസ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ 5-6 എണ്ണം ഷേപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് ഫോൾഡ് ചെയ്തൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അവനോട് പറഞ്ഞ് നമുക്ക് ഇന്ന് കഴിക്കാനല്ലേ, വേറെ ആർക്കും കൊടുക്കാനല്ലല്ലോ, ടേസ്റ്റ് നോക്കിയാൽ പോരെ. പിന്നെ എന്തൊക്കെയായാലും ലാസ്റ്റ് വന്നപ്പോൾ ഒരു 5-6 എണ്ണം നമുക്ക് കറക്റ്റ് ഷേപ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ കാണിച്ചു കൊടുക്കുക, കണ്ടോ അമ്മ ഉണ്ടാക്കിയ സമൂസ, അത് ഷേപ്പില്ലാത്തത് ഇത് ഷേപ്പുള്ളത്. എന്നിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പം ആ ഹാളിലുള്ള സകലമായ പേപ്പറും വാരി അവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം വാരി നിരത്തി വെച്ച്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചതിന് എന്നോട് ദേഷ്യപ്പെടുന്നതാണ് നിങ്ങളീ കാണുന്നത്. കണ്ടോ മുഖമുണ്ടോ? അങ്ങനെ എന്നെ അടിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഉറക്കമായേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.